എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കാനുള്ളൊരു മനസ്സുണ്ടാകണം. അവിടെ അമ്മായിമ്മയെന്നോ മരുമകളെന്നോ മോളെന്നോ വ്യത്യാസമുണ്ടാകരുത്. ചില അമ്മായിമ്മമാരുണ്ട് അങ്ങനെ. ഇവിടെ അങ്ങനത്തെ ഒരാളുമില്ല എന്ന ഉറപ്പോട് കൂടി പറഞ്ഞോട്ടെ, സ്വന്തം പെൺമക്കൾക്ക് കൊടുക്കുന്ന ഡിഗ്നിറ്റി മരുമക്കൾക്ക് കൊടുക്കാറില്ല. തേങ്ങട്ട പെൺകുട്ടികളോട് കൊണ്ടേ കൊടുത്തോളും കുഴപ്പമില്ല. പൈസക്ക് ഇങ്ങനെ ഒരുമിച്ച് ഇവിടെ ഇല്ല കേട്ടോ, ഇവിടെയൊക്കെ ഭയങ്കര നല്ല ആൾക്കാരാണ്. ഞാൻ നിങ്ങളെ കുറിച്ചല്ല പറയുന്നത്. പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. എത്രത്തോളം ഈ സ്വഭാവം ഉണ്ടെന്ന് ചോദിച്ചാൽ, അവനാൻ്റെ മോള് പെരുന്നാളിന് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഇവിടെയുള്ള മരുവോള് ഓളെ വീട്ടിലേക്ക് പോകാൻ പാടില്ല. അത് ഏത് ന്യായ? അത് മാന്തലിൻ്റെ പോലുള്ള കണ്ണ് എന്നല്ലേ പറയാ. നമ്മളെ മോൾ നമ്മളെ വീട്ടിലേക്ക് വരുന്നത്. അപ്പം അതുപോലെ തന്നെയല്ലേ ഇവളെ വീട്ടിലേക്ക് പോകലും. അപ്പം ആ നാത്തും വിളിച്ചാൽ ഓള് പോകുന്നുണ്ടെങ്കിൽ ഞാൻ വരില്ല. അപ്പം ഇവളൊരു അടിമപ്പെണ്ണ്, ഇവൾക്ക് പോകാൻ പാടില്ല. മറ്റാൾ വരുമ്പോൾ രാജകീയ സദസ്സല്ലേ, റാണിയല്ലേ വരുന്നത്. അപ്പം തോഴിമാർ ഇവിടെ വേണമല്ലോ. ഇതൊക്കെ ഒരു വഷളായ സ്വഭാവമാണ്. താൻ തൻ്റെ വീട്ടിലേക്ക് പോകുന്നത് പോലെ തന്നെ ആ കുട്ടിക്ക് ആ കുട്ടിയുടെ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. അല്ലെങ്കിലും ഞാൻ പറയാം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതൊക്കെ കൗൺസിലിങ്ങിൽ മനസ്സിലാക്കാം. ഇപ്പോൾ കൗൺസിലിംഗ് ഇല്ലേ, ആരും എന്നെ വിളിക്കരുത് ദയവ് ചെയ്തിട്ട്. എന്നാലും ചിലപ്പോഴൊക്കെ ചെയ്യേണ്ടി വരും. എൻ്റെ അസിസ്റ്റന്റുമാർ ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത് കേസ് സ്റ്റഡീസിലൂടെ നോക്കുമ്പോൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കുടുംബത്തിൽ ശിഥിലീകരണം ഉണ്ടാക്കുന്നത്. ഒരു നാത്തൂനുണ്ടാകും, ആ നാത്തൂനാകെ 2 ദിവസത്തേക്കാണ് വരിക, 2 കൊല്ലത്തേക്കുള്ള പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് പോവുക. നേരെ തിരിച്ചുണ്ട്, നാത്തൂനെ കണ്ടുകൂടാൻ പറ്റാത്ത നാത്തൂന്മാരപ്പുറത്തുണ്ട്, പെങ്ങന്മാരെന്ന് പറഞ്ഞ ആൾക്കാർ. ഈ പെങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ നമുക്കൊരു പേടിയാണ്. എന്തിനു പേടിക്കണം? സൗഹാർദ്ദത്തിൻ്റെ ലോകത്തിലൂടെ നമ്മൾ കടന്നു പോകാവൂ. ഇതൊക്കെ പറയുമ്പോൾ ഇപ്പോഴും എന്തെങ്കിലും ഇതൊക്കെ പറഞ്ഞത്, ഇപ്പോഴും ഇതൊക്കെ തന്നെ നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ വിചാരിച്ച കുറച്ച് സാമ്പത്തിക സ്വസ്ഥയും കുറച്ചൊക്കെ ഒരു ഡിഗ്നിറ്റി ഉണ്ടായപ്പോൾ ഇതൊക്കെ പോയി എന്നാണ്. ഇതൊക്കെ കൂടിയെന്നേ പറയാൻ പറ്റുള്ളൂ. ഭയങ്കരമായിട്ട് കൂടി. എത്ര കൂടി എന്ന് വെച്ചാൽ പൈസയുടെ തോതനുസരിച്ച് അസൂയ കൂടി, കുശുമ്പ് കൂടി, കുനിഷ്ട് കൂടി. ജ്യേഷ്ഠനും അനിയനും തമ്മിൽ വക്കാണങ്ങളായി, ജ്യേഷ്ഠനും അനിയനും തമ്മിൽ കണ്ടുകൂടായികയായി. ഈ ഒരു ലോകത്തിലൂടെ നമ്മുടെ കുടുംബം പോയാൽ പിന്നെ എന്ത് ഇൻഷറാഹാണ്, എന്ത് ആത്മീയതയാണ് നമ്മളിലുള്ളത്? ആത്മീയത എന്ന് പറഞ്ഞാൽ ഇതാണ്, എല്ലാവരെയും ഒരേപോലെ കാണാനുള്ളൊരു കണ്ണുണ്ടാവുക എന്നതാണ്. ആ കണ്ണുണ്ടാകുമ്പോഴാണ് നമ്മുടെ പെങ്ങളും അനിയത്തിയും ചേട്ടത്തിയും എന്തൊരു രസമുണ്ടാവും. മരുമകളും അമ്മായിയുമൊക്കെ പാടെങ്ങനെ നല്ല ഉഷാറായിട്ട് ഇങ്ങനെ കൂട്ടുകാരിയെ പോലെ നടന്നു പോവുക. ഞാനതിൻ്റെ നെഗറ്റീവിസത്തിലേക്ക് പോകുന്നില്ല. അങ്ങനെ പോയാൽ എന്തൊരു രസമായിരിക്കും. പെൺമക്കളെ പോലെ തന്നെ പെൺകുട്ടിയുടെ തോളത്ത് ഇവിടെയും കൈയിടുക, മരുവോളെ തോളത്ത് ഇവിടെയും കൈയിടുക. നല്ലം പോലെ നടക്കുമ്പോൾ, അല്ലാതെ കാല് രണ്ടും പൊട്ടിയിട്ടല്ല നടക്കേണ്ടത്. ആശുപത്രിക്ക് എടുക്കുമ്പോൾ എന്തായാലും മരുവോളെ തോളത്തും മോളെ തോളത്തൊക്കെ കൈയിടേണ്ടി വരും. ആ സമയത്ത് കൈയിടലല്ല ഞാൻ പറഞ്ഞത്. ഒരു വിവാഹത്തിന് പോകുമ്പോൾ, ഒരു സദസ്സിൽ കൂടുമ്പോൾ, നിങ്ങളൊക്കെ അടുത്തടുത്തായിരിക്കും ഇരിക്കുന്നത്, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. ഒരു ഫംഗ്ഷന് പോയാൽ അവരെ അമ്മായും ഒരു മൂലക്കലുണ്ടാകും, മരുവോള് വേറൊരു മൂലക്കലുണ്ടാകും. അത് പ്രശ്നം ഉണ്ടായിട്ടൊന്നും ആവില്ല. എന്നാലും അതുവരെ നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാവരും ഒന്നിച്ചിട്ടാണ്. പിന്നെ ഇവിടെ വരുന്ന സമയത്ത് എല്ലാ കുടുംബക്കാരും മഹല്ലുകാരൊക്കെ കൂടുമ്പോൾ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഒന്ന് പോയിരിക്കാം. ഞാൻ പറഞ്ഞത് ശ്ലാഘനീയമായ, നമ്മൾ ഏറ്റെടുക്കേണ്ടുന്ന ഒരു രീതിശാസ്ത്രമാണ് സത്യത്തിൽ സ്നേഹത്തോടു കൂടിയുള്ളൊരു പോക്ക്. അതിനാണ് ശരിക്കും ആത്മീയത എന്ന് പറയാം. ഇവിടെ നേരത്തെ പ്രിയപ്പെട്ട സുഹൃത്ത് സംസാരിക്കുമ്പോൾ പറഞ്ഞല്ലോ, എല്ലാത്തിനും കൂട്ടത്തിൽ അമലുകളെ പറഞ്ഞിട്ടുണ്ട്. നിസ്കാരം എവിടെ പറഞ്ഞു അവിടെയൊക്കെ യുഖീമൂന സ്വലാത്ത വയുഊതൂന സകാത്ത്. മനുഷ്യരെ മറന്നുകൊണ്ടൊരു നിസ്കാരത്തെ അള്ളാഹു പറഞ്ഞിട്ടില്ല. എല്ലായിടത്തും പറയുമ്പോഴും ചിലപ്പോൾ നിസ്കാരത്തെ മാത്രം പറയേണ്ട ഘട്ടം വരുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഇല്ലാന്നല്ല. പക്ഷേ നിസ്കരിക്കണം എന്നുണ്ട് പറയുമ്പോൾ യുഖീമൂന സ്വലാത്ത വയുഊതൂന സകാത്ത്. നിങ്ങൾ അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേ, ഇതേപോലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളും ചെയ്യേ. ഇവിടെ വലിയൊരു സന്തോഷം നമുക്ക് തോന്നിയത്, നിങ്ങളുടെ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ, സത്യം പറഞ്ഞാൽ 2.5% സക്കാത്ത് കൊടുത്താൽ മതി. പക്ഷേ നിങ്ങൾ മാറ്റിവെച്ചത് 10%. 2% സക്കാത്ത് നിങ്ങൾ കൊടുക്കുന്നു. അതിൻ്റെ പുറമെ ഇതിൻ്റെ പ്രോഫിറ്റിൻ്റെ 10% സമൂഹത്തിന് വേണ്ടി ചെലവഴിക്കാൻ ഇതിൻ്റെ സംഘാടകർ തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ പറയുന്നത്, നമ്മൾ ഉയർന്നുയർന്ന് പോകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇവരെയാണ്. ഇവിടെ ഭക്ഷണത്തിനാർക്കും കുറവില്ല. ഭക്ഷണം ഇവിടെ 700 കോടി ജനങ്ങൾ ഇന്ന് ഈ ലോകത്തിലുണ്ടെങ്കിൽ 1400 കോടി ജനങ്ങളുടെ ഭക്ഷണമുണ്ട് ഈ ലോകത്തിൽ. പക്ഷേ പിന്നെ എന്തുകൊണ്ടാണ് കുറേ ആളുകൾ പട്ടിണികളാകുന്നത്? നമ്മൾ ആഫ്രിക്കയുടെ ഭാഗത്തൊക്കെ പോയപ്പോൾ നമുക്ക് തോന്നി, എന്താ പടച്ചോനെ ഇവിടെ ഇങ്ങനെ ആഴ്ചകളോളം പട്ടിണി കിടക്കുന്ന ആളുകൾ. സൊമാലിയയിൽ, അപ്പുറത്ത് നൈജറിൽ,
ഇപ്പുറത്താകട്ടെ പിന്നെ കാമറൂൺ, ചിലി, ചാഡ്, ബെനിൻ, ഈ രാജ്യങ്ങളിലൊക്കെ പട്ടിണിപ്പാവങ്ങൾ ആ ഗ്രാമങ്ങളിൽ. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, സ്വർണം കുഴിച്ചെടുക്കുന്ന സ്ഥലമാണിത്, സ്വർണം കുഴിച്ചെടുക്കുന്ന സ്ഥലം. പക്ഷെ ആ സ്വർണത്തിൻ്റെ ഒരു തരി പോലും പാവം ആഫ്രിക്കൻസിന് കിട്ടാറില്ല. അത് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും കൊണ്ടുപോവുകയാണ്. ഇവർ പട്ടിണിയിലാകുന്നത് പടച്ചോനെ കൊണ്ടല്ല. അങ്ങനെ ആരും യുക്തിവാദികൾ സംസാരിക്കണ്ട. ഏറ്റവും കൂടുതൽ റിസോഴ്സസ് ഉള്ള സ്ഥലമാണ് ആഫ്രിക്ക. ആഫ്രിക്കയിലെ 28ഓളം രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭക്ഷണവും സമൃദ്ധമായ അവസ്ഥയും അല്ലാഹു കൊടുത്തിട്ടുണ്ട്. പക്ഷേ മാനവരാശിയുടെ കരങ്ങൾ പ്രവർത്തിക്കുമ്പോൾ കരയിലും കടലിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രാൻസും ജർമ്മനിയും ഒക്കെ വന്ന് ഇടപെടുന്ന കരാളഹസ്തങ്ങൾ നീളുമ്പോൾ അവിടെ മനുഷ്യർ പട്ടിണിയാവുകയാണ്. അല്ലാതെ ആ മനുഷ്യരെ പട്ടിണിയിലേക്ക് പടച്ചവൻ കൊണ്ടുപോയിട്ടില്ല. ഏഷ്യയേക്കാൾ കൂടുതലുണ്ടാകും വിഭവങ്ങൾ ആഫ്രിക്കയിൽ, അത്രത്തോളം വിഭവങ്ങളുണ്ട് അവിടെ. പക്ഷെ എന്നിട്ടും അവിടുത്തെ മനുഷ്യർ പട്ടിണിയാകുന്നത് മനുഷ്യരുടെ കരങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ടാണ്. മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിക്കുന്നു. അപ്പം മനുഷ്യ കരങ്ങളിലൂടെയാണ് നമുക്ക് ഈ നഷ്ടങ്ങൾ സംഭവിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, വീട്ടിലെ ഒരു അസ്വസ്ഥത എന്ന് പറയുന്ന സംഭവങ്ങൾ എങ്ങനെയുണ്ടാകുന്നു, അതിനെ മാറ്റിമറിച്ചിട്ട് ഇല്ലാതെയാക്കാനുള്ള ഒരു 5 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞേ. സ്വസ്ഥമായിട്ട് ജീവിക്കണോ, 5 കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യണമെന്നാണ് ഇന്നത്തെ എൻ്റെ സംക്ഷിപ്തമായ സംസാരത്തിൽ ഞാൻ ഊന്നാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഒന്ന് സ്പിരിച്വാലിറ്റി തന്നെയാണ്. സ്പിരിച്വലി പോകലാണ് ഏറ്റവും പ്രധാനം. അതുണ്ടെങ്കിലേ നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റിന് അറിയൂ. അതുണ്ടെങ്കിലേ ഒരു വസ്ത്രം ധരിച്ചാലും എനിക്കിത് മതി എന്ന ചിന്തയുണ്ടാകും. നമുക്കൊരു തോന്നലാണ്, ഫംഗ്ഷനുകളിൽ മാറ്റി മാറ്റി ഉടുക്കുമ്പോഴാണ് ഞാനൊരു ഡിഗ്നിറ്റിയുടെ പേഴ്സണാലിറ്റി ആവുക എന്നത്. ലോകത്തിലെ ഏറ്റവും ടോപ്പ് ആളുകൾക്കൊക്കെ ഒരു കോമൺ ഡ്രസ്സ് ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് മാറുന്ന പരിപാടിയൊന്നും ടോപ്പ് ആളുകൾക്ക് ഉണ്ടാകില്ല. നമ്മൾ ടോപ്പാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ലത് അതാണ്. APJ അബ്ദുൽ കലാം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ബുദ്ധിരാക്ഷസൻ എന്നാണ് APJക്ക് എന്താ 25,000 ഇത് വാങ്ങാൻ പറ്റില്ലായിരുന്നു? ഓരോ ഫംഗ്ഷനും മാറി മാറി ഇടാൻ പറ്റില്ലായിരുന്നു? നമ്മൾ രാഷ്ട്രീയം പറയല്ല, എന്നാലും നേതാക്കന്മാരാരിപ്പോൾ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഫംഗ്ഷനിലേക്ക് പോകുമ്പോഴൊക്കെ ജുബയാണ് ഇടുക. കാഷ്വലി ഏതെങ്കിലുമൊക്കെ കോളേജിൽ അതിക്കൊക്കെ പോകുമ്പോൾ ടീഷർട്ടും പാൻറ്റൊക്കെ ഇടുക. കോമൺ ഡ്രസ്സാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. മാറി മാറി ഇടുമ്പോൾ നമ്മൾ വസ്ത്രത്തിനല്ലേ പ്രാധാന്യം കൊടുക്കുന്നത്, നമ്മളെന്ന വ്യക്തിക്കില്ല. മാറി മാറി ഇടണ്ടെന്നല്ലേ ഈ പറയുന്നത്, എല്ലാവരും ഒരേ ഡ്രസ്സാവണം, അതൊന്നുമല്ല. പക്ഷേ ഈ വാശി നമ്മൾ ഒഴിവാക്കണം. ആ കല്യാണത്തിനിട്ട ഡ്രസ്സ് ഈ കല്യാണത്തിന് ഇടില്ല എന്ന വാശിയുണ്ടല്ലോ, അതൊഴിവാക്കണം. അതൊരാളെ ബുദ്ധിമുട്ടിക്കലാണ്, ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അറിയാതെ പോകലാണ്. തന്നെയല്ലേ സ്ത്രീകളുടെ വസ്ത്രത്തിനൊക്കെ ഞാൻ മനസ്സിലാക്കിയില്ല, നിങ്ങളെ കുഴപ്പമാക്കില്ല കേട്ടോ. എനിക്ക് മക്കളിൽ ഒരു മോളേ ഉള്ളൂ, അവർക്ക് എപ്പോൾ വസ്ത്രം എടുത്താലും 3000 രൂപയെങ്കിലും ആവാറുണ്ട്. അതായിട്ട് നമുക്ക് 4 കുട്ടിയൊക്കെ പേനും കുപ്പ എടുക്കാം. നിങ്ങൾക്ക് എന്നോട് ദേഷ്യം വരുന്നുണ്ടോ? ഇയാളെ എന്തിനാ ഇപ്പം നിങ്ങൾ വിളിച്ചതെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നിയാലും ഞാൻ ചില കാര്യങ്ങൾ പറയാണ്, ഇത് തമാശയല്ല. ആ മൂപ്പര് വെറുതെ തമാശയിലല്ല, സിനിമാക്കാർക്കൊക്കെ ഞാനാണ് വസ്ത്രം പലർക്കും മൂപ്പരല്ല വസ്ത്രം ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് ഇവരെ മാറ്റിടുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ എന്തിനു മാറ്റണം? സിനിമ ഈസ് ദ അതർ ഫോം ഓഫ് ഡ്രീം. അതിലേറ്റവും ബുദ്ധിരാക്ഷസൻ തന്നെ എഴുതി വെച്ച കാര്യമാണ് അവസ്ഥയാണ്. സിനിമ കഥ പറയല്ല കേട്ടോ, ഞാൻ സിനിമയായിട്ട് ബന്ധമില്ല, ഞാനത് കാണലുമില്ല. എന്നാലും ഇപ്പം ദൃശ്യം എന്ന് പറയുന്ന 2ാമത് വന്നതിൽ അഭിനയിച്ച അഡ്വക്കേറ്റായിട്ടുള്ള പെൺകുട്ടി അത് ഒറിജിനൽ അഡ്വക്കേറ്റ് തന്നെയാണ് ഹൈക്കോർട്ടിലെ. അപ്പോൾ അവളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, സാധാരണ രീതിയിൽ ഇങ്ങനെ നടക്കുമെന്ന്. അവന് ഇറ്റ്സ് എ മിത്ത്, ഇതൊരു മിത്താണ്, സിനിമ പോലൊന്നും ജീവിതത്തിൽ നടക്കില്ല, അങ്ങനെ വാദിക്കാനും നമുക്ക് പറ്റില്ല. മമ്മൂട്ടി പറയുന്നത്, ഞാൻ ചെറുപ്പക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇപ്പോൾ പറയുന്നുണ്ടല്ലോ, ഞാൻ സിനിമയിലൊക്കെ 8 ആളും 10 ആളായിട്ടൊക്കെ നിന്ന് തല്ലുന്ന നിങ്ങൾ കാണും, പക്ഷെ ഒരാൾ നേരിട്ട് വന്നാൽ ഞാൻ ഓടും പറഞ്ഞു. ഒറിജിനലി ഒരാൾ വന്നാൽ ഞാൻ ഓടും, ഇത് സിനിമ. അപ്പം അതിനനുകരിക്കലല്ല നമ്മുടെ പണി. കാണേണ്ടവർ കണ്ടോ, ആസ്വദിക്കേണ്ടവർ ആസ്വദിച്ചോ, അതിന് അനുവാദപ്പെട്ട അവസ്ഥയിൽ എനിക്കറിഞ്ഞൂടാ. പക്ഷെ ഞാൻ പറയുന്നത് അതിനെ അനുകരിക്കലല്ല, അതിന് ഇമിറ്റേറ്റ് ചെയ്യലല്ല നമ്മുടെ ദൗത്യം. നമ്മൾ സിമ്പിളായി പോവുക എന്നതാണ്. ഇനി ഉള്ളവരിട്ടോ ഇല്ലാത്തവർ വെറുതെ ഉണ്ടാക്കിയിടാൻ നിൽക്കണ്ട. ആ കല്യാണത്തിനിട്ടത് ഈ കല്യാണത്തിന് പറ്റില്ല. അപ്പം എന്തായി? നമ്മൾ ഫിനാൻഷ്യലി ഒരു സ്റ്റാറ്റസ് ഇല്ലാതെ പോവാൻ. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളൊരു പ്രശ്നം അതാണ്. ഇവിടെയൊക്കെ നല്ല നല്ല ആൾക്കാർ ഇരിക്കണമെന്നാണ് ഞാനത് പറയുന്നത്. നമ്മുടെ നാട്ടിലൊരു അവസ്ഥ എന്താണ്? ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു സാധനം, സാമ്പത്തിക അച്ചടക്കം എന്ന് പറയുന്ന ഒരു സാധനം വളരെ കുറവാണ്.
2500 കോടി രൂപയാണത്രേ നമ്മുടെ ജില്ലയിലേക്ക് കൊല്ലത്തിൽ ഗവൺമെൻറ് അറിഞ്ഞുകൊണ്ട് വരുന്നത്. അറിയാതെ എത്രയെന്നുള്ള പോലെ ഈ 2500 കോടി എങ്ങാനും വേറെ ഏതെങ്കിലും നല്ലൊരു തമിഴ്നാടിൻ്റെ ജില്ലയ്ക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ ജില്ലയ്ക്കോ പോവുകയാണെങ്കിൽ എത്ര കമ്പനി തുടങ്ങിയിട്ടുണ്ടാവും എന്നറിയോ? എത്ര കമ്പനി ഇതിൻ്റെ പരിസരത്ത് എവിടെ? ഞാനൊരു കമ്പനിനെ പറയില്ല, ഇതിൻ്റെ പരിസരത്ത് എവിടെയാണ് ഗദ്ദാഫിയുടെ മലയിൽ എന്നുള്ള സാധനമുള്ളത്. എൻ്റെ സുഹൃത്താണ്. അപ്പോൾ ഇതേപോലെ കമ്പനികൾ ഒരുപാട് ആൾക്കാർക്ക് തുടങ്ങാം. പക്ഷെ നമ്മളതൊന്നും തുടങ്ങില്ല. നമ്മൾ വേഗം ഇങ്ങനെ കൊണ്ടുപോയിട്ട് കുറേ സിമൻറ്റ് കമ്പനിക്കാർക്ക് കൊടുക്കും, കുറേ കമ്പിപ്പീടിയക്കാർക്ക് കൊടുക്കും, കുറേ സ്വർണ്ണപ്പീടിയക്കാർക്ക് കൊടുത്താൽ ഇപ്പോൾ കുറഞ്ഞാലും കുറച്ച് ഞാൻ കൂടും നിൽക്കാം. മാറ്റി എടുക്കുന്നത് ഇങ്ങനെ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ലാതെ പോയാൽ നമുക്കിതൊന്ന് താഴേണ്ടി വന്നാൽ എന്തായിരിക്കും അവസ്ഥ? അതിനൊരു മാറ്റമാണ് നിങ്ങൾ ഈ ഉണ്ടാക്കിയതൊക്കെ. നിങ്ങളെ ഞാൻ അനുമോദിക്കുന്നു, നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തില്ല. കാരണം നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സമ്പത്തിൻ്റെ അംശങ്ങൾ എടുത്തുകൊണ്ടാണ് ഏറ്റവും സുന്ദരമായ രീതിയിൽ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടാണ്, അല്ലെങ്കിൽ കാഴ്ചപ്പാടുള്ളവരുടെ നയിക്കലാണ് അതിൻ്റെ പിന്നിലുള്ളത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കുടുംബത്തിനെ ഏറ്റവും നന്നായിട്ട് കൊണ്ടുപോകണമെങ്കിൽ രണ്ടാമത്തെ കാര്യമാണ് ഈ സ്പിരിച്വാലിറ്റി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സാമൂഹിക വ്യവസ്ഥിതി, സോഷ്യൽ സ്റ്റാറ്റസ്. സമൂഹത്തിലേക്ക് നമ്മൾ ഇറങ്ങുക എന്നതാണ്. നിങ്ങൾ അതും ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൊസൈറ്റിയിലേക്ക് നിങ്ങൾ ഇറങ്ങി, അഥവാ സമൂഹത്തെ നിങ്ങൾ സഹായിച്ചു. 1 കോടി രൂപയോളമാണ് നിങ്ങൾ പലിശരഹിത വായ്പയായിട്ട് കൊടുത്തത് എന്ന് ഇവിടെ റിപ്പോർട്ടുകൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു മഹലിലാണിത് നടക്കുന്നത്. അപ്പോൾ സമൂഹത്തിൻ്റെ വേദനക്കൊപ്പം നിങ്ങൾ നിന്നു. അത് ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടാകാം, അത് കിഡ്നി രോഗികൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടാകാം, അതല്ലെങ്കിൽ പതിതരായ ഒരുപാട് ആളുകൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടാകാം. സമൂഹത്തിൻ്റെ വേദനകൾക്കൊപ്പം നിൽക്കുക എന്നത് മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. മനുഷ്യന് സന്തോഷിക്കാൻ 4 രീതിയിലുള്ള ഹോർമോൺസ് ഉണ്ട് എന്നാണ്. 4 രീതിയിലുള്ള ഹോർമോൺസ് നിങ്ങൾ സെർച്ച് ചെയ്തോ, വിശദീകരിച്ച് പറയാൻ സമയമില്ല. അതിൽ ഒരു ഹോർമോൺ രൂപാന്തരപ്പെടുന്നത് തന്നെ ആളുകളോടുള്ള സമ്പർക്കത്തിലാണ് എന്നാണ് സൈക്കോളജി. ആളുകളോടുള്ള സമ്പർക്കം കൂടുമ്പോൾ സന്തോഷം കൂടിക്കൊണ്ടേയിരിക്കും. ഒരുപാട് ആളുകളുള്ള ബന്ധങ്ങൾ കൂടുമ്പോൾ എപ്പോഴും ആ ഒരു സെല്ലുകൾ ഇങ്ങനെ ഹോർമോൺ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. സന്തോഷം അമിതമായി രസകരമായൊരു ജീവിതമുണ്ടാകും. അതുകൊണ്ടാണ് രാഷ്ട്രീയ നേതൃത്വം കലക്ടർമാരെക്കാൾ സന്തോഷത്തോടു കൂടി പോകുന്നത് എന്നാണ് അവരുടെ വരെ വിലയിരുത്തൽ. കലക്ടർ വീട്ടിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാരായ ആൾക്കാർ കുറേ ആൾക്കാരിലേക്ക് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബുദ്ധിയും കുബുദ്ധിയും അങ്ങോട്ട് പാനൽ ഉണ്ടാക്കലും ആളെ ചവിട്ടിത്താത്തലും ഒക്കെ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആൾക്കാർ ഒന്നാരായിരിക്കും? രാഷ്ട്രീയക്കാരായിരിക്കും. കാരണം അത്രയും ആൾക്കാരോട് ബന്ധമുള്ളവരാണ് അവർ. അതുകൊണ്ടാണ് 2018 സിവിൽ സർവീസ് എന്ന് പറയുന്നതിൻ്റെ പാറ്റേൺ വരെ മാറ്റിയത്. ഇൻട്രാപേഴ്സണൽ സ്കിൽ ആൻഡ് ഇന്റർപേഴ്സണൽ സ്കിൽ എന്ന് പറയുന്നത് എഡ്യൂക്കേഷനിലെ കുട്ടികൾക്കറിയാം, അത് നോക്കുന്ന കുട്ടികൾക്കറിയാം. എന്ന് വെച്ചാൽ സിവിൽ സർവീസ് എഴുതാൻ ഇനി ഇന്റർപേഴ്സണൽ സ്കില്ലും ഇൻട്രാപേഴ്സണൽ സ്കില്ലും വേണം. എന്ന് പറഞ്ഞാൽ ആളുകളോട് നല്ല ബന്ധമുള്ള ആളെ ഇനി കലക്ടറാകാൻ പറ്റൂ. 2018 മോഡ് മാറ്റി. പണ്ട് വീട്ടിൻ്റെ അകത്തിരുന്നിട്ട് പരീക്ഷ ചെയ്താൽ ജയിക്കുമായിരുന്നു, ഇനി അത് പറ്റില്ല. ജനങ്ങളോട് നല്ല സമ്പർക്കം ഉണ്ടാക്കണം ആളുകൾ. അപ്പം നിങ്ങൾ ആ സമ്പർക്കമാണ് ഉണ്ടാക്കിയത്, ജനങ്ങൾ തമ്മിലുള്ള പാരസ്പര്യമാണ് ഉണ്ടാക്കിയത്. അത് ഇല്ലാതെ നമ്മൾ ഒറ്റപ്പെടുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കണം. സൈക്കോളജി പറയാൻ നിങ്ങൾ അനുവദിക്കുമെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം സ്ട്രെസ് എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതലായി നമുക്ക് അപകടം. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, സ്ട്രെസ് ഇങ്ങനെ അനുഭവിക്കുക. ചില പെൺകുട്ടികൾ അടുക്കളയിലേക്ക് കയറുന്നത് പോലെ അവർക്ക് സ്ട്രെസ്സാണ്. അപ്പോൾ പാചകം പോലും രസാക്കണം. പാചകം ഒരു സിസ്റ്റമൈസ് ചെയ്തിട്ട് എത്രയും സമയമൊന്നും അടുക്കളയിൽ നിന്ന് തിരിയണ്ട. അത് യൂണിവേഴ്സിറ്റി ഒന്നുമല്ലല്ലോ, അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ. രാവിലെ കയറി വൈകുന്നേരത്തിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കണം എന്നല്ലാതെ നേരം വെളുത്തങ്ങോട്ട് ഇറങ്ങി. ഞങ്ങൾക്ക് സംരക്ഷണത്തിന് വേണ്ടി പറയാൻ കേട്ടോ, നിങ്ങളെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല. 5 മണിക്കാണ്ട് ഇറങ്ങിയാൽ കയറുന്നത് 11 മണിക്കാണ്. എന്താ ഇതെന്തടുക്കളയാണ്? ഞാൻ എൻ്റെ സ്ത്രീവർഗത്തിന് വേണ്ടി, എൻ്റെ പെങ്ങന്മാർക്ക് വേണ്ടിയിട്ട് പറയണം, ഇത്രയൊന്നും നിങ്ങൾ അടുക്കളയിൽ നിൽക്കല്ലേ. നമുക്ക് വായിക്കാനുണ്ട്, നമുക്ക് പഠിക്കാനുണ്ട്, നമുക്ക് നിസ്കരിക്കാനുണ്ട്, നമുക്ക് ഓതാനുണ്ട്, നമുക്ക് മക്കളെ നോക്കാനുണ്ട്, മക്കളെ വിദ്യാഭ്യാസം ശ്രദ്ധിക്കാനുണ്ട്. ഇത്രയും സമയം അടുക്കളയിൽ തന്നെയാണെങ്കിൽ എങ്ങനെ ഇതൊക്കെ നോക്കും?